ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുനാഫയാണ്. സോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം കുനാഫക്ക്. സോ ഇവിടെ ഞാൻ 2 കപ്പ് ഷുഗർ എടുത്തിരിക്കുന്നതാണ്. ഇതിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൺസിസ്റ്റൻസി ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് വന്നാൽ 2 ഡ്രോപ്പ് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് തിക്കായി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി ഇത് ഒന്ന് സൈഡിലേക്ക് വെക്കാം. സോ ഇനി ഞാൻ 1 പാക്കറ്റ് കുനാഫ ഡോ എടുത്തിരിക്കുന്നതാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. സോ ഇനി ഇതിൽ 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഡോനെ നന്നായി കോട്ട് ചെയ്യാം. സോ ഡോ നന്നായി കോട്ട് ചെയ്തു. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് ബട്ടർ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ശേഷം കുനാഫ ഡോൻ്റെ ഹാഫ് എടുത്തിട്ട് ഇതിൻ്റെ പാനിൻ്റെ മേലിൽ ഒന്ന് ലെയറാക്കി വെച്ച് കൊടുക്കാം. നന്നായി ലെയറാക്കി വെച്ചതിൻ്റെ ശേഷം 1 പാക്കറ്റ് തിക്ക് ക്രീം എടുത്തിട്ട് ഇത് നന്നായി ഈവൻലി ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ശേഷം ആവശ്യത്തിന് മൊസറല്ല ചീസ് കൊടുത്തിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള കുനാഫ ഡോ കൊണ്ട് ഇത് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മളിത് 5 മിനിറ്റ് വരെയാണ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം ഇത്. സോ ഇനി ഇതൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഇത് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശേഷം നമ്മൾ കുനാഫിൻ്റെ സൈഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കുനാഫ ഫ്ലിപ്പ് ആക്കുമ്പം അത് സ്റ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ 5 മിനിറ്റിന് ശേഷം നമ്മൾ കുനാഫ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗവും 5 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്യണം. സോ നമ്മൾ താഴത്തെ ഭാഗവും കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഫ്ലിപ്പ് ചെയ്യാം. സോ ഇത് ഫ്ലിപ്പ് ചെയ്താൽ നമ്മൾ കുനാഫ ഇതാ ഇവിടെ തയ്യാറായി. സോ ഇത് നോക്കൂ ഫ്രണ്ട്സ്, നമ്മൾ യമ്മി കുനാഫ ഇസ് റെഡി. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഷുഗർ സിറപ്പും ഇതൊന്ന് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. സോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. സോ ഇങ്ങനത്തെ റെസിപ്പീസ് കാണണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. റെസിപ്പീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.